കിട്ടും, നാളെ കിട്ടും, 2024 8-ാം മാസം കിട്ടുമെന്ന് പറഞ്ഞ് വെറും ഭൗതികരാക്കി നമ്മളെ മാറ്റി. ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തെ മാറ്റിവെച്ചുള്ള എല്ലാ ഉണർവും തട്ടിപ്പ. വചന ശുശ്രൂഷയുടെ ലക്ഷ്യം നമ്മുടെ കീശയിലെ കാശ് കൂട്ടുന്നതല്ല. എന്തിലും വഴുതി പോകുന്ന ഈ ജനം 8-ാം അധ്യായം 1-ാം വാക്യം വരുമ്പോ പറയുകയാണ്, ഈ എസ്രാ ശാസ്ത്രിയോട് ഒരായുസ് മൊത്തം ബൈബിള് പഠിക്കാനും ബൈബിള് പറഞ്ഞു കൊടുക്കുവാനും സമർപ്പിക്കപ്പെട്ട എസ്രാ ശാസ്ത്രിയോട് പറയുകയാണ്, ബ്രിങ് അസ് ദ ബുക്ക്. ഞങ്ങൾക്ക് ന്യായപ്രമാണം പുസ്തകം കൊണ്ടുവന്നത് ഞങ്ങൾക്ക് പറഞ്ഞത്. ചില്ലറ കാര്യമല്ല ഇത്. ഇതാണ് ഉണർവ്. ഉണർവ് വരുമ്പോൾ ജനം പറയും, ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഗിമ്മിക്സ് വേണ്ട, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വചനം മതി എന്ന് ജനം പറയുന്നത് എപ്പോഴാ? അതാണ് ഉണർവ്. അവരുടെ ഹൃദയത്തെ ഐക്യതയിലേക്കും വചനത്തിലേക്കും തിരിക്കുന്ന, അവരിൽ സാധാരണമായി നടക്കാൻ സാധ്യതയില്ലാത്ത ആത്മാവിന്റെ ഒരു പ്രത്യേക പ്രവൃത്തി നടന്നു. എന്താണ് ഉണർവ്? പരിശുദ്ധാത്മാവ് ചില സന്ദർഭങ്ങളിൽ അവിടുത്തെ സഭയിൽ പ്രത്യേക നിലയിൽ, അസാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഉണർവ്. അതെന്തും പ്രവർത്തിക്കുകയല്ല, ദൈവവചനത്തിലേക്ക് ജനത്തെ മടക്കി വരുത്തുകയാണ്. ഉണർവിന്റെ ഹൃദയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നാണ്, ദൈവവചനത്തിലേക്ക് ദൈവജനത്തിന്റെ ഹൃദയം തിരിഞ്ഞ് അവർ മടങ്ങി വരുന്നതാണ് ഉണർവിന്റെ ഹൃദയം. The heart of the revival is the hearts of the people turning back to the word of God. ദൈവവചനത്തിലേക്ക് ദൈവജനത്തിന്റെ ഹൃദയം തിരിഞ്ഞു വരുന്നതാ. ഇതുവരെ ഹൃദയം വചനത്തിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കും ലോകത്തിലേക്കും തിരിഞ്ഞിരിക്കുക. പക്ഷെ ആത്മപ്രവൃത്തി നടന്നപ്പോൾ ദൈവവചനത്തിലേക്ക് അവരുടെ ഹൃദയം തിരിഞ്ഞു വരികയാണ്. റീവൈവൽ ഈസ് റീബൈബിൾ. ബൈബിളിലേക്ക് മടങ്ങി വരുന്നതാണ് യഥാർത്ഥ ഉണർവ്. റിവൈവൽ, ട്രൂ റിവൈവൽ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ദ ബൈബിൾ. യഥാർത്ഥ ഉണർവ് ദൈവവചന പൂരിതമാണ്. എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾക്കുള്ള ഒരു അമിത താല്പര്യമല്ല ഉണർവ്. ചിലർ ചിന്തിക്കുന്നത് ആത്മീക വിഷയങ്ങളെ കുറിച്ച് ഇച്ചിരി അധികം താല്പര്യം ഒരാളിൽ ഉണ്ടാകുന്നതാണ്. അല്ല, അത് ഉണർവല്ല. ദൈവം ജനിപ്പിക്കുന്ന ഉണർവ് ദൈവവചനത്തിന് വേണ്ടിയുള്ള അതിയായ ദാഹമാണ്. We might live, feel, sing, pray, work and worship according to the word of God. ദൈവവചന പ്രകാരം ജീവിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, സാക്ഷി നിൽക്കുവാൻ, ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുവാനും ദൈവവചനം ഗ്രഹിക്കുവാനുമുള്ള ഒരു അതിയായ ആവേശമാണ് യഥാർത്ഥ ഉണർവ്. ബൈബിൾ മാറ്റിവെച്ചുള്ള ഓരോ തട്ടിപ്പും വെട്ടിപ്പും ആൾക്കാരെ ഇങ്ങനെ വികാര തളങ്ങളിൽ അവരെ മാസ്മരിക ലോകത്ത് കൊണ്ട് എത്തിക്കുന്നതല്ല ഉണർവ്. സ്റ്റീവ് ലോസൺ എന്ന ദൈവദാസൻ പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കട്ടെ. സ്റ്റോപ്പ് വിത്ത് സെക്യുലർ വിസ്ഡം ഇൻ ദ പുൾപിറ്റ്. പുൾപിറ്റിലുള്ള മനുഷ്യജ്ഞാനം നിർത്തുക. ക്യാൻസൽ ദ എന്റർടൈൻമെന്റ് ഇൻ ദ ചർച്ച്. സഭയിലുള്ള വിനോദത്തെ ക്യാൻസൽ ആക്കുക. ഡ്രാമ ടീമിനെയും ഇങ്ങനെയുള്ള കാര്യപരിപാടികളെയും പറഞ്ഞു വിട്ട് കളറുള്ള ലൈറ്റ് മാറ്റിക്കളയുക. പുൾപിറ്റിനെ സഭയുടെ നടുവിൽ പ്രസ്താവിച്ച് സ്ഥാപിച്ച് വചനം തുറന്ന് പ്രസംഗിക്കുക. സഭ ഉണർത്തപ്പെടുക. ഇതാണ് സഭയുടെ ദൗത്യം. എന്താണ് ഉണർവ്? ഈ മനുഷ്യനുണ്ടാക്കുന്ന കൃത്രിമങ്ങളിൽ വെളിപ്പെടുന്ന ഒരു വികാരമല്ല ഉണർവ്. ദൈവവചനത്തെ സ്ഥാപിക്കുമ്പോൾ, ദൈവവചനത്തിന് അതിന്റെ തനതായ സ്ഥാനം ദൈവസഭയിൽ കൊടുക്കുമ്പോൾ വെളിപ്പെടുന്നതാണ് ഉണർവ്. ദൈവവചനം എവിടാ? ദൈവവചനം പണച്ചാക്കിന്റെ അടിയിലാണ്. വളരെ സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. ഇന്നത്തെ ആത്മീയ സമൂഹത്തിനും പെന്തക്കോസ്ത് ഗോളത്തിനും ഇത് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. പണം കഴിഞ്ഞ 10-30 വർഷമായി പണ്ടുള്ളതിനേക്കാൾ വി ഹാവ് മണി, വി ഹാവ് അഫ്ലുവൻസ്, വി ഹാവ് ഇൻഫ്ലുവൻസ്. നമുക്ക് സമൂഹത്തിൽ സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും പണ്ടത്തെക്കാളൊക്കെ നമ്മളിന്ന് പറയുന്നത് ദൈവം മാനിച്ചു ബ്രദറെ. മക്കളെല്ലാം വിദേശത്ത് പോയി, പണ്ടില്ലാത്ത പണ്ട് കാണാത്ത പണം കൂടി. പക്ഷെ എന്താ നഷ്ടമായത്?
പണം കൂടിയത് എങ്ങനാ? ഭൗതികം പ്രവചിച്ചതും ശുശ്രൂഷിച്ചതും നിന്നെ പണക്കാരനാക്കുമെന്നും നീ ഒരു സംഭവമാകുമെന്നും നീ വാലല്ല തലയാകുമെന്ന് പറഞ്ഞ് നമ്മുടെ തലയും കുലുക്കി നമ്മളെ ഭൗതികതയുടെ നെട്ടോട്ടത്തിൽ തള്ളിവിട്ട ഒരു തലമുറ ശുശ്രൂഷകർ കണക്ക് കൊടുക്കേണ്ടി വരും. അവരുണ്ടാക്കിയ വലിയൊരു ചതിയാണ് നമ്മളെ പണത്തിന്റെ മത്തിൽ മയക്കി. എന്തു സംഭവിച്ചു? ഈ മട്ടീരിയലിസം, ഈ പണത്തോടുള്ള മോഹവും ദ്രവ്യാഗ്രഹത്തിന്റെ കുമിഞ്ഞുകൂടിയ അനുഭവത്തിൽ ദൈവവചനം നഷ്ടമായി പോയി. വചനത്തിന് സ്ഥാനമില്ല. വചനം തുറന്നു പറയുന്നത് ഭൗതികതയാണ്. ഇപ്പൊ കിട്ടും, നാളെ കിട്ടും, 2024 8-ാം മാസം കിട്ടുമെന്ന് പറഞ്ഞ് വെറും ഭൗതികരാക്കി നമ്മളെ മാറ്റി. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടത് തരുവാൻ അവിടുന്ന് മതിയായവനാണെന്ന് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ വചന ശുശ്രൂഷയുടെ ലക്ഷ്യം നമ്മുടെ കീശയിലെ കാശ് കൂട്ടുന്നതല്ല. വചന ശുശ്രൂഷയുടെ ലക്ഷ്യം ദൈവ ഭയത്തിലേക്കും ദൈവിക പ്രമാണത്തിലേക്കും നമ്മളെ മടക്കി വരുത്തുന്നതാ. ഒരു കൂട്ടർ പറയുന്നത്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഒരു കൂട്ടർ ആരംഭിച്ച ഒരു നൂതന ഉപദേശമാണ്, അപ്പോസ്തോലന്മാരാണ് സഭയെ ഭരിക്കേണ്ടത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ് സഭയെ ഭരിക്കേണ്ടത്? യേശു ആരെ ആക്കിയത്? അപ്പൊ അപ്പോസ്തോലന്മാരെ വീണ്ടും മടക്കി കിട്ടുന്നതാണ് അന്ത്യകാലത്തിന്റെ ലക്ഷ്യം. അപ്പൊ സഭയിൽ അപ്പോസ്തോലന്മാർ, യേശുവിന്റെ അപ്പോസ്തോലന്മാരൊന്നുമില്ല, അവരൊക്കെ വെറും നോർമൽ, അതിക്കും മേൽ ഒരു സാധനമുണ്ട്. അതിനേക്കാൾ വലിയ അപ്പോസ്തോലന്മാരെ ഇന്ന് സഭയ്ക്ക് മടക്കി കിട്ടുകയാണ്. എഫേസ്യർ 2:20 പറയുന്നത്, അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സഭ. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാൻ സമയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അവര് പറയുന്നതല്ല എൻ്റെ അർത്ഥം. അവര് പറയുന്നത്, ദൈവസഭയിൽ അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും തിരിച്ചു കിട്ടി, പാസ്റ്റർമാരും ഉപദേഷ്ടാക്കന്മാരും വലിയ റോളില്ല. ഇനി അപ്പോസ്തോലന്മാർക്ക് പുതിയ വെളിപ്പാടുകൾ കിട്ടും. ആ വെളിപ്പാട് അനുസരിച്ച് ആ സഭ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ അപ്പോസ്റ്റോളിക് റെഫർമേഷൻ, NAR. നിങ്ങളിൽ 99% ആൾക്കാരും കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് നിങ്ങൾ കാണുന്ന ഉണർവിന്റെ പുറകിലുള്ള ദൈവശാസ്ത്രമിത. അവര് പറയുന്നത്, ഈ ബൈബിളിന് പുറത്ത് ഇനിയും വെളിപ്പാടുണ്ട്. ഇന്നലെ ഞാൻ കേട്ടതാ, അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. ഇന്ന് ഞങ്ങളിൽ കൂടി നടക്കുന്ന പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തിയെക്കാളും ആവേശം ജനിപ്പിക്കുന്ന അവരുടെ പിൻഗാമികളാണ്. അവരെ കോപ്പി ചെയ്യാൻ നോക്കുന്നവരാണ് ഇലക്ട്രോണിക് സിറ്റിയിൽ ഇപ്പോൾ ഉണർവ് നടത്തുന്നവർ. ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് സംസാരിച്ചാൽ മതി. ഇന്ന് ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂരിൽ കാണുന്ന ഉണർവ് ന്യൂ അപ്പോസ്റ്റോളിക് റിഫർമേഷന്റെ ദുരുപദേശത്തിന്റെ അടിത്തറയിൽ പണിയപ്പെട്ട വികാരപരമായ തട്ടിപ്പാണ്. റിവൈവലുടെ ഹൃദയം ദൈവവചനത്തിന്റെ കൃത്യമായ വ്യാഖ്യാനമാണ്. അതില്ലാത്തതെല്ലാം ചത്തു ജനിച്ചതാണ്, ജീവനില്ലാത്ത ഉണർവാണ്. ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തെ മാറ്റിവെച്ചുള്ള എല്ലാ ഉണർവും തട്ടിപ്പാണ്. അത് ദൈവത്തിൽ നിന്നല്ല, അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയല്ല, അത് മറ്റ് പൈശാചിക മണ്ഡലങ്ങളുടെ പ്രവൃത്തിയായിട്ട് തന്നെ ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം.